ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കേരള മാപ്പിളകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മാണിക്യനില ഇശൽ മഹോത്സവം സംഘടിപ്പിച്ചു. തളിക്കുളം മിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇശൽ മഹോത്സവം ചലച്ചിത്ര സംവിധായകനും നടനുമായ നാദിർ ഷാ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കെ റഫീഖ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് ഈ സംഘടനയിൽ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ ഞാൻ വരാൻ കാരണം. അദ്ദേഹത്തിന് ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പേരിൽ എനിക്ക് റഫീഖയെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം, ഒരു രക്ഷാധികാരി സ്ഥാനത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ഒരു നേതൃത്വ സ്ഥാനത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് സഹകരിക്കാനായിട്ടുള്ള സമയക്കുറവും സാഹചര്യക്കുറവുണ്ട്. അതിൻ്റെ പേരിൽ റഫീഖ പറഞ്ഞ് വെറുതെ നിന്നാൽ മതി, ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ കുറേ നാൾ കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുറെ പാടാനുള്ള ആഗ്രഹം ഉള്ളവരുടെ ഒരു കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ഒത്തിരി പേര് അവരവരുടേതായ കഴിവുകൾ വേദി കിട്ടിയില്ലെങ്കിലും തെളിയിക്കാനും അത് പ്രകടിപ്പിക്കാനും പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങാനും സാധിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് KMKയ്ക്കുണ്ട്. അത് മറ്റൊരു പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ സംഗീത പ്രസ്ഥാനത്തിനും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ, കലാകാരികൾ, പാട്ടുകാർ, പ്രത്യേകിച്ച് പാട്ടുകാർ, അവർ പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തെടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യം വരുമ്പോഴാണ് നമുക്കൊരു ജീവിക്കാനായിട്ടൊരു എനർജി ഉണ്ടാകുക. അക്കാദമി പ്രസിഡന്റ് കെ റഫീഖ് തലശ്ശേരി അധ്യക്ഷനായി. രാജ്യം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലുടനീളവും ഒരുപാട് സംസ്ഥാനങ്ങളിലും ഈ അക്കാദമി എന്ന ഈ വലിയ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പിറകിൽ നാദിർ ഷാജിയെ പോലുള്ള ആദരണീയരായ ആളുകളുടെ ശക്തമായ സപ്പോർട്ടാണ് നമുക്കുള്ളത് എന്ന് അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഹ്രസ്വമായ ഒരു ജീവിതമാണ്, ഏത് സമയവും പൊലിഞ്ഞു പോകുന്ന ജീവിതം. ഈ ജീവിതത്തിൽ വെറുതെ ജീവിച്ച് മരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രിയപ്പെട്ടവരെ, ഗായകൻ അഫ്സൽ മുഖ്യാതിഥിയായി. മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിൻ്റെ 50ാം വർഷം അതിനെ ഓർക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകരിൽ 2 പേര് ഇവിടെ ഉണ്ട്. മെയിൻലി അത് ആ പാട്ട് എഴുതിയ PMA ജബ്ബാർ സാഹിബും അതുപോലെ തന്നെ റഫീഖയിലൂടെയാണ് ആ പാട്ട് എല്ലാവരും കേൾക്കുന്നത്. പിന്നീട് വന്ന സിനിമകളിലാണെങ്കിലും ആ പാട്ടൊക്കെ നമ്മൾ എല്ലാവരും ജനകീയമായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ ദിവസം കേരള മാപ്പിളകലാ അക്കാദമിയുടെ ഈ ഒരു ഫംഗ്ഷന് വരാൻ സാധിച്ചുള്ള സന്തോഷം. ഇശൽ പൂങ്കുയിൽ പുരസ്കാരം ബൽക്കീസ് ടീച്ചർ, ഗ്ലോബൽ എക്സലൻസ് സർവീസ് അവാർഡ് ഡോക്ടർ ഹംസ കൊണ്ടാമ്പുള്ളി എന്നിവർക്ക് സമ്മാനിച്ചു. 50 വർഷം പൂർത്തിയാക്കിയ മാണിക്യ മലരായ പൂവി എന്ന ഗാനത്തിന്റെ ശില്പികളെ ചടങ്ങിൽ ആദരിച്ചു. അക്കാദമി ജനറൽ സെക്രട്ടറി ഹക്കീം ഇരിട്ടി, ടി ചാമിയാർ, ഉബൈദ് വെളിച്ചെണ്ണപ്പടി, അക്ബർ കയ്യാല, PM അബ്ദുൾ ജബ്ബാർ, MA റഹീം, സക്കീർ തളിക്കുളം, അഡ്വക്കേറ്റ് KP സുബൈർ,
CA മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.